ഇത് റംസാൻ മാസമാണ്. റംസാൻ മാസം എന്ന് പറയുന്നത് മുസ്ലിം വിശ്വാസികൾക്ക് വളരെയധികം പുണ്യമാസമായി അവർ കണക്കാക്കുന്ന ഒരു മാസമാണ്. ഈ റംസാൻ മാസത്തിൽ ഒരു വലിയ തീരുമാനം എടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE. റംസാന് മുമ്പ് തന്നെ UAE ആ വലിയ പ്രഖ്യാപനം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഫെബ്രുവരി അവസാനം ഒരു പ്രധാന പ്രഖ്യാപനം നടത്തി. റമദാന് മുമ്പ് തടവുകാർക്ക് മാപ്പ് നൽകുന്നതിനെക്കുറിച്ചും വിട്ടയക്കുന്നതിനെക്കുറിച്ചുമാണ് പ്രസിഡന്റ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ റമദാൻ അവസാനത്തോടെ 1295 തടവുകാരെ വിട്ടയക്കാനാണ്, അതായത് മാപ്പ് നൽകി വിട്ടയക്കാനാണ്, റമദാന് മുമ്പ് വിട്ടയക്കാനാണ് ഇപ്പോൾ UAE തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 1295 തടവുകാരിൽ 500 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 1518 തടവുകാർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. മോചിതരായവരിൽ 500-ലധികം ഇന്ത്യൻ പൗരന്മാരും ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലായത്. 500-ലധികം ഇന്ത്യൻ പൗരന്മാർ ഇതിൽ പങ്കാളികളായി എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് UAE തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി അവസാനത്തിലാണ് തടവുകാർക്കുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. അന്ന് UAE പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആകെ 1518 തടവുകാർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈദിന് മുമ്പ് 500-ലധികം ഇന്ത്യൻ പൗരന്മാരെ ജയിൽ മോചിതരാക്കി വിട്ടയച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. UAE ഇന്ത്യക്കാരുടെ എണ്ണം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ 1500 പേരിൽ 1% ഇന്ത്യക്കാരായി മാറിയത്. UAE മൊത്തം ജനസംഖ്യയുടെ 37.96% ഇന്ത്യക്കാരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2024 ഡിസംബറിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഇന്ത്യക്കാരുടെ ജനസംഖ്യ 3.6 ദശലക്ഷമാണ്. അതായത് 35,68,848 ഇന്ത്യക്കാർ UAE ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഇന്ത്യക്കാരുള്ള രാജ്യവും UAE ആണ്. UAE താമസിക്കുന്ന ഇന്ത്യക്കാർ രാജ്യത്തിന്റെ എല്ലാ മേഖലകളുടെയും വികസനത്തിനും വളരെയധികം സംഭാവനകൾ നൽകുന്നുണ്ട് എന്നാണ് അവിടെയുള്ള ഭരണാധികാരികളെല്ലാം പറയുന്നത്. എന്തായാലും റമദാന് മുമ്പ് 500 ഇന്ത്യൻ തടവുപുള്ളികളെയാണ് ഇപ്പോൾ UAE മോചിതരാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.